ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി പാലക്കാട് ഒരു ഷൂട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യാത്ര എന്ന് പറയുന്ന ബസ്സാണ്. ആക്ച്വലി ഇതൊരു സ്ലീപ്പർ ബസ്സാണ്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട്, കുറച്ച് വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ട്, ഫോൺ വെക്കാനുള്ള സംഭവം, അതുപോലെ തന്നെ AC ഓൺ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി പാലക്കാട് കൊണ്ട് കാണാം. ബൈ. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ എക്സ്പോഷർ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ ഷൂട്ടിലാണെങ്കിൽ പുറകിലൊരു ജനലുണ്ട്. അപ്പോൾ ജനലിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതും നമ്മുടെ ബേബി കിടക്കുന്ന ആ പോർഷനുമായിട്ട് എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഒരു TTL ഫ്ലാഷ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സ്പോഷർ നമുക്ക് ക്രമീകരിക്കാം. ജനലിൽ നിന്നുള്ള ലൈറ്റ് വേണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അതില്ലാതെ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ബേബി ഷൂട്ട് ചെയ്യുമ്പോൾ ബേബിയെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക. മീൻസ് നമ്മളൊരു ഫോട്ടോഗ്രാഫറാണ്, നമുക്ക് കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ നിങ്ങൾക്ക് ബേബിയെ ഹാൻഡിൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നേഴ്സ് അങ്ങനെ ഉള്ള ആൾക്കാരെ, പാർട്ട് ടൈമായിട്ട് കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇത് വളരെ ചെറിയൊരു ബേബിയാണ്, ഏകദേശം 7 ദിവസത്തോളം പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക. നമ്മൾ വെഡ്ഡിങ് മുതലായ കാര്യങ്ങളൊക്കെ ആകുമ്പം പലതരത്തിലുള്ള സാഹസങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ ബേബി ഷൂട്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഷൂട്ടിനിടയ്ക്ക് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിനെ ഫുള്ളായിട്ട് ബാധിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു ഷൂട്ടാണ് ബേബി ഷൂട്ട്. മെയിനായിട്ട് ഫാമിലിയെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ട് തന്നെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യിപ്പിക്കുക. നമ്മളൊരിക്കലും കുഞ്ഞിനെ തൊടാതിരിക്കുക. ചെറുതായിട്ട് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ടോട്ടലി ഒരു കുഞ്ഞിനെ നമ്മളൊരിക്കലും ഹാൻഡിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ഷൂട്ടിലേക്ക് പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി എക്സ്പോസ് ചെയ്തിരുന്നു. ആ എക്സ്പോസറിനനുസരിച്ചാണ് ഈ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. ഇപ്പം ശരത്താണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ശരത്തിനെ കണ്ടിരുന്നു. നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിരുന്നെങ്കിൽ പോയി കാണുക. ശരത്ത് ഒരു പാലക്കാട് ഒരു വെഡ്ഡിങ് ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബേബി ഷൂട്ട്സും ചെയ്യാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ശരത്തിനെ കോൺടാക്ട് ചെയ്യാം ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട് നാട്ടിലാണെങ്കിൽ. ഇനി ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളൊരു ഫർ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫർ ക്ലോത്ത് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ മറയ്ക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് കൈ കൊടുത്ത് ആ ഭാഗം ഒന്ന് താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും മൈക്രോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കുഞ്ഞിൻ്റെ പൊസിഷനിലൊക്കെ വരണമെങ്കിൽ നമ്മൾ പേരൻറ്റിനോട് പറയുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ പേരൻസിനോട് പറയുക. അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ, മീൻസ് ഞാൻ ഈ ഷൂട്ടിൽ ചെയ്യാത്ത ഒരു കാര്യമാണ്, എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നിൽക്കുന്ന ആ പൊസിഷനിൽ ഓക്കെയാണ്. പക്ഷേ നമ്മളൊരു കുഞ്ഞിൻ്റെ നേരെ
എബോവ് ക്യാമറ പിടിക്കുമ്പോൾ നമ്മുടെ ലെൻസ് ഹുഡ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഷൂട്ടിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചില ഷോട്ട്സിൽ, പക്ഷേ ചില ഷോട്ടിൽ ഞാൻ ചെയ്തതായിട്ട് ഓർക്കുന്നുമുണ്ട്. മീൻസ് ഞാൻ ലെൻസ് ഹുഡ് ഊരി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഷൂട്ട് പുരോഗമിച്ച് കുറച്ചൊക്കെ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ആ കാര്യം ഞാൻ വിട്ടുപോയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അവരുടെ വീട്ടിലുള്ള ആക്സസറീസ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പല പഴയ എന്തെങ്കിലും ക്ലോക്കോ വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബേബി ഷൂട്ടിൽ യൂസ് ചെയ്യാം. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകണമെന്നില്ല, പക്ഷേ ബേബി ഷൂട്ടിന് അത്യാവശ്യം പ്രോപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഷൂട്ടിൽ നോക്കിയാൽ ഞാൻ ആ ലെൻസ് ക്യാപ്പ് ഊരിയിട്ടില്ല. ഇങ്ങനൊരു ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.